നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ്. നമ്മൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഇതേപോലെ വലിയ ഹൈറ്റുള്ള ഇപ്പോൾ ബുർജ് ഖലീഫ, അതേപോലെ എയ്ഫൽ ടവർ, ഇതിൻ്റെയൊക്കെ ഹൈറ്റ് മെഷർ ചെയ്യാൻ നമ്മൾ ട്രിഗണോമെട്രി യൂസ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പം ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ലാഡർ, ചെറിയ ഹൈറ്റ് വരുന്നത് ഒരു ലാഡർ ഒരു വാളിൻ്റെ മുകളിൽ ഇങ്ങനെ ചാരി വെക്കുകയാണ്. അപ്പം ഇതിൻ്റെ വാളിൻ്റെ ഫുട്ടിൽ നിന്നും ഇത് 2 മീറ്റർ അകലെയാണ്. എ ലാഡർ ലീഡ്സ് അഗെയിൻസ്റ്റ് എ വാൾ വിത്ത് ഇറ്റ്സ് ഫുട്ട് 2 മീറ്റർ അവേ ഫ്രം ദി വാളിൽ നിന്നും 2 മീറ്റർ അവേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലാഡർ ആൻഡ് ദി ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ടും ലാഡറും തമ്മിലുള്ള ആംഗിൾ, ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഹൗ ഐ ഈസ് ദ ടോപ്പ് ഓഫ് ദി ലാഡർ ഫ്രം ദി ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ടിൽ നിന്നും ലാഡറിൻ്റെ ടോപ്പിലോട്ട് എത്ര ഹൈറ്റ് ഉണ്ട്, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ. ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 40 ഡിഗ്രി. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും തന്നിട്ടുണ്ട് 2 മീറ്റർ. അപ്പോൾ ഈ 40 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 40 ഡിഗ്രീൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ് നമുക്ക് തന്നത്. ഇത് ഹൈപ്പോട്ട്ന്യൂസ് ആണല്ലോ, 90ക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഇത് ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അപ്പോൾ ലാഡറിൻ്റെ ലെങ്ത് ചോദിച്ചാൽ നമ്മൾ ഹൈപ്പോട്ട്ന്യൂസ് ആയിരുന്നു കാണേണ്ടത്, പക്ഷെ നമുക്കിവിടെ ഹൈറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അഡ്ജസൻറ്റ് സൈഡാണ് തന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും 40ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അഡ്ജസൻറ്റ് സൈഡാണ് തന്നത്. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? ടാൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടാൻ ആണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് വരുന്നത്. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും തമ്മിലുള്ള റേഷ്യോ ടാൻ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡാണ്, തന്നത് അഡ്ജസൻറ്റ് സൈഡാണ്. അതുകൊണ്ടാണ് നമ്മൾ ടാൻ എടുക്കുന്നത്. അപ്പോൾ ടാൻ 40ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. 40ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഹൈറ്റാണ് വരുന്നത്, അഡ്ജസൻറ്റ് സൈഡ് 2 ആണ് വരുന്നത്. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ബൈ 2നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്താവും? ഇൻറ്റു 2 ആവും. അപ്പോൾ എച്ചിനെ ഇവിടെ നിർത്തുക. ബൈ 2നെ ടാൻ 40ൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാം. ടാൻ 40 ഇൻറ്റു 2. ടാൻ 40 എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും. ഇൻറ്റു 2 ചെയ്താൽ ഹൈറ്റ് കിട്ടും, അത്രയും സെൻറ്റിമീറ്റർ. ടാൻ 40 വരുന്നത് ഒരു പോയിൻ്റുള്ള നമ്പർ ആയിരിക്കാം. ഇപ്പോൾ 0.7 ആണെങ്കിൽ ഇൻറ്റു 2 ചെയ്താൽ ഹൈറ്റ് കിട്ടും. 0.7 അല്ല, ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അതായിരുന്നെങ്കിൽ ഒരു പോയിൻ്റുള്ള നമ്പർ ആയിരിക്കും എന്തായാലും. അപ്പോൾ എന്ത് ചെയ്യാം? പോയിൻ്റ് ക്യാൻസൽ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 14 വരും. പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിൻ്റ് കൊടുക്കുക. 1.4. ഹൈറ്റ് ആയതുകൊണ്ട് യൂണിറ്റ് എഴുതണം. ഇവിടെ മീറ്ററിലാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് മീറ്റർ തന്നെ യൂണിറ്റ് വരും. H = 1.4 മീറ്റർ. അപ്പോൾ ടാൻ 40 വാല്യൂ തരൂ, അതിനനുസരിച്ചിട്ട് ചെയ്യാം. അതേപോലെ വലിയ ഹൈറ്റൊക്കെ മെഷർ ചെയ്യാനും നമുക്കിത് യൂസ് ചെയ്യാം. ഇതേപോലെ ബുർജ് ഖലീഫൻ്റെ ഹൈറ്റ്, അതേപോലെ എയ്ഫൽ ടവറിൻ്റെ ഹൈറ്റ്, ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതേപോലത്തെ ഹൈറ്റുകളൊക്കെ വലിയ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കവിടെ ഒരു ആംഗിൾ തരും, അതേപോലെ ഒരു സൈഡും തരും. നമ്മൾ ആംഗിൾ ഓഫ് ഇലവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും പഠിക്കണം. ഹൈറ്റും ഡിസ്റ്റൻസും ഒക്കെ മെഷർ ചെയ്യാൻ നമുക്ക് ട്രിഗണോമെട്രി യൂസ് ചെയ്യാം. അവിടെ വരുന്ന ആംഗിൾസ് ആണ് ആംഗിൾ ഓഫ് ഇലവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും. അത് പറയുന്നതിന് മുന്നേ സ്ട്രെയിറ്റ് വ്യൂ എന്താണെന്ന് പറയണം. നമ്മളിപ്പോൾ നേരെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് വ്യൂ ആണ്. ഈ ട്രീൻ്റെ മുകളിലത്തെ ടോപ്പ് കാണണമെങ്കിൽ നമ്മളൊന്ന് തല പൊക്കി മുകളിലോട്ട് നോക്കണം. ആ വ്യൂ ആണ് റൈസ്ഡ് വ്യൂ. അപ്പോൾ സ്ട്രെയിറ്റ് വ്യൂവും റൈസ്ഡ് വ്യൂവും തമ്മിലുള്ള ഒരു ആംഗിൾ ഇല്ലേ, അതാണ് ആംഗിൾ ഓഫ് ഇലവേഷൻ. മുകളിലോട്ട് നോക്കുമ്പോൾ ഉണ്ടാവുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇലവേഷൻ. ഓക്കെ. ഇനിയിപ്പോൾ താഴോട്ടാണ് നോക്കുന്നതെങ്കിലോ, താഴോട്ട് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണുള്ളത്, നമ്മൾ താഴോട്ട് നമ്മുടെ ബോൾ നോക്കുകയാണ്. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് താഴോട്ട് നോക്കുമ്പോഴുള്ള ആംഗിളാണ്, പക്ഷേ ഈ ഒരു ആംഗിൾ അല്ല. ആംഗിൾ ഓഫ് ഡിപ്രഷൻ 40 ഡിഗ്രി ആണെന്ന് തന്നു. അപ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതേപോലെ വരച്ചിട്ട് ഇത് 40 ഡിഗ്രി ആണെന്നല്ല. സ്ട്രെയിറ്റ് വ്യൂ ആദ്യം വരയ്ക്കണം. നമ്മൾ നേരെയാണ് നോക്കേണ്ടത് അല്ലേ. നേരെ നോക്കുമ്പോഴുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. അതിന് പകരം താഴോട്ട് നോക്കുമ്പം ഇവിടെ വരുന്ന ആംഗിൾ, സ്ട്രെയിറ്റ് വ്യൂവും ഡൗൺവേർഡ് നോക്കുമ്പോഴുള്ള ആംഗിളും, ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലൊരു ഇമേജ് നമ്മുടെ മൈൻഡിൽ കാണുക എന്നുള്ളതാണ്. വിഷ്വലൈസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എ പേഴ്സൺ 1 meters ടോൾ സ്റ്റാൻഡിങ് 10 meters അവേ ഫ്രം ദി ഫുട്ട് ഓഫ് എ ട്രീ
സീസ് ദി ടോപ്പ് ഓഫ് ദ ട്രീ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇലവേഷൻ 40 ഡിഗ്രി. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ട്രീ? ട്രീൻ്റെ ഹൈറ്റ് കാണാനെന്ന് മനസ്സിലായി. എ പേഴ്സൺ 1.7 മീറ്റേഴ്സ് ടോൾ. പേഴ്സൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ പേഴ്സണെ നമ്മൾ വരയ്ക്കേണ്ടത് ഒരു ലൈനായിട്ടാണ്. പേഴ്സണെ എന്നല്ല, ട്രീ ആണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും ലൈറ്റ് ഹൗസ് ആണെങ്കിലും ഒക്കെ നമ്മൾ വരയ്ക്കേണ്ടത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. പേഴ്സൺ ചെറിയ ഹൈറ്റ് ആണല്ലോ, അപ്പോൾ നമ്മൾ ചെറിയ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. 1.7 മീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡിങ് 10 മീറ്റേഴ്സ് അവേ ഫ്രം ദി ഫുട്ട്. 10 മീറ്റേഴ്സ് അവേ ഫ്രം ദി ഫുട്ട് ഓഫ് എ ട്രീ. ഒരു ട്രീയുടെ ഫുട്ടിൽ നിന്നും എന്ന് വെച്ചാൽ താഴെ നിന്നും 10 മീറ്റർ അവേ ആണുള്ളത്. ഇപ്പോൾ ട്രീ വലുതാക്കി വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുട്ടിൽ നിന്നും 10 മീറ്റർ അവേ, 10 മീറ്റർ അകലെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. സ്റ്റാൻഡിങ് 10 meters away from the foot of a tree, sees the top of a tree at an angle of elevation of 40 degree. അപ്പോൾ ഈ പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്? ട്രീൻ്റെ ടോപ്പ് കാണുന്നുണ്ട്. 40 ഡിഗ്രി ആംഗിൾ ഓഫ് ഇലവേഷൻ. ആംഗിൾ ഓഫ് ഇലവേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് വ്യൂവിൽ നിന്നും റൈസ്ഡ് വ്യൂ, മുകളിലോട്ട് നോക്കുമ്പോൾ റൈസ്ഡ് വ്യൂവും അതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇലവേഷൻ. മുകളിലോട്ട് നോക്കുമ്പോഴുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇലവേഷൻ. ഏവിയേഷൻ ആലോചിച്ചാൽ മതി, എയ്റോപ്ലെയിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ എയ്റോപ്ലെയിൻ മുകളിലാണ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇലവേഷൻ എന്ന് പറയുന്നത് മുകളിലോട്ട് നോക്കുമ്പോഴുള്ള ആംഗിളാണ്. അപ്പോൾ ഇത് 40 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇലവേഷൻ 40 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, സ്ട്രെയിറ്റ് വ്യൂ എന്നിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ. അപ്പോൾ പേഴ്സൻ്റെ ഹൈറ്റ് തന്നതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് വരയ്ക്കേണ്ടത്. ഇവിടെ നിന്നല്ലേ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലൈനല്ലേ സ്ട്രെയിറ്റ് വ്യൂ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പിക്ചർ വരിക. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഹൈറ്റാണ്. അപ്പോൾ നമുക്കറിയാം ഇത് 1.7 ആയതുകൊണ്ട് ഇതും 1.7 ആയിരിക്കുമല്ലോ. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ അവേ ആയതുകൊണ്ട് ഇതും 10 മീറ്റർ ആയിരിക്കുമല്ലോ. ഇനി നമുക്ക് ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് ഇതും കൂടെ കൂട്ടിയാൽ പോരെ. ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ഒരു സൈഡും തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് തന്നത്. ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ഹൈറ്റ് അല്ലല്ലോ, ഹൈറ്റ് ഇതും കൂടെ കൂടിയാലല്ലേ ഹൈറ്റ് ആവുള്ളൂ. ഇതിന് എക്സ് എന്ന് വിളിക്കാം. ഈ ഒരു സൈഡ് 40 ഡിഗ്രീൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും എന്ന് പറയുമ്പം ടാൻ അല്ലേ വരുന്നത്, ടാൻ ആണ് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും വരുന്നത്. അപ്പോൾ ടാൻ 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എക്സ് ആണ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 10 ആണ്, x/10. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? tan 40 × 10. ഇപ്പോൾ tan 40ൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. 0.7 0.83 അങ്ങനെ എന്തെങ്കിലും വാല്യൂ ആയിരിക്കും. 0.83 ആണെങ്കിൽ എന്ത് വരും? വാല്യൂ തരും കേട്ടോ, തരുന്നതിനനുസരിച്ചിട്ട് ചെയ്യുക. × 10 വരും, ഈക്വൽ ടു എക്സ് വരും. അപ്പോൾ 10 ആണെങ്കിൽ ഒരു 0 ഉള്ള നമ്പറാണ്. അപ്പോൾ പോയിൻ്റ് എന്ത് ചെയ്യും? ഒരു ഡിജിറ്റ് മുന്നോട്ട് നീങ്ങും. 0.8 എന്നുള്ളത് 8 പോയിൻ്റ് ആവും. പിന്നെ ഒരു 3 ഉണ്ട്. എക്സ് അതാണ് വരിക. നമുക്ക് എക്സ് അല്ല വേണ്ടത്, നമുക്ക് ഈ മൊത്തത്തിലുള്ള ഹൈറ്റാണ് വേണ്ടത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രീ ഈക്വൽ ടു എക്സ് പ്ലസ് 1.7 അല്ലേ. ഇവിടം വരെ എക്സ് ആണ്, അതിൻ്റെ കൂടെ 1.7. എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 8.3 ആണ്. അതിൻ്റെ കൂടെ 1.7 കൂടെ കൂട്ടാം. എന്ത് ചെയ്താൽ മതി? പോയിൻ്റ് ഒരേ സ്ഥാനത്തിട്ടിട്ട് കൂട്ടിയാൽ മതി. 1.7 ഇവിടെ എഴുതുക, 7 + 3 10 0 എഴുതുക, ബാക്കി 1 ഇവിടെ എഴുതുക. പോയിൻ്റ് അതേ സ്ഥാനത്ത് തന്നെ ഇടുക. 1 + 1 + 8 വരും. 10 തന്നെ വരും അല്ലേ. 10 മീറ്റേഴ്സ്. ഇത് മീറ്ററിലാണ് തന്നത്, ഹൈറ്റ് ആയതുകൊണ്ട് യൂണിറ്റ് എഴുതണം. 10 മീറ്ററാണ് ഹൈറ്റ് വരുന്നത്. എക്സാമ്പിളാണ് കേട്ടോ. tan 40 കറക്റ്റ് അല്ല മിസ് എടുത്തത്, കറക്റ്റ് വെച്ചിട്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യനിൽ തന്ന ആൻസർ വെച്ച് മെത്തേഡ് പറഞ്ഞതാണ്, ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ വെച്ചിട്ട് ചെയ്താൽ മതി. ഇതേ രീതിയിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എങ്ങനെയാണ് വരാൻ നോക്കാം. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ഇതാ. എ പേഴ്സൺ 1.8 meters ടോൾ, 1.8 മീറ്റർ ഹൈറ്റുള്ള ഒരാൾ സ്റ്റാൻഡപ്പ് എ ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ ലൈറ്റ് ഹൗസ് വരയ്ക്കാം. സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് വരയ്ക്കേണ്ടത്. അതിൻ്റെ മുകളിൽ 1.8 മീറ്ററുള്ള ഒരാൾ നിൽക്കുന്നുണ്ട്. ആളുടെ ഹൈറ്റ് തന്നതുകൊണ്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത്. ഹൈറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ഡോട്ട് ഇട്ടാൽ മതി. അപ്പോൾ 1.8 മീറ്ററാണ് ആളുടെ ഹൈറ്റ്. ലൈറ്റ് ഹൗസിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ലൈറ്റ് ഹൗസ് 25 meters ഹൈ, 25 മീറ്ററാണ് ലൈറ്റ് ഹൗസിൻ്റെ ഹൈറ്റ് തന്നിട്ടുള്ളത്. സീസ് എ ബോട്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഒരു ബോട്ട് കാണുന്നുണ്ട്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എങ്ങനെയാണ് വരിക? സ്ട്രെയിറ്റ് വ്യൂ വരയ്ക്കണം. സ്ട്രെയിറ്റ് വ്യൂ വരച്ചിട്ട് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഇങ്ങനെ വരും. താഴോട്ട് നോക്കുമ്പോൾ ബോട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് വ്യൂവും ഡൗൺവേർഡ് വ്യൂവും
ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അത് 35 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ 35 ഡിഗ്രി. ഹൗ ഫാർ ഈസ് ദ ബോട്ട് ഫ്രം ദി ഫുട്ട് ഓഫ് ദി ലൈറ്റ് ഹൗസ്? ലൈറ്റ് ഹൗസിൻ്റെ ഫുട്ടിൽ നിന്നും എത്ര അകലെയാണ് ഈ ബോട്ട് വന്നിട്ടുള്ളത്? ബോട്ടിൽ നമുക്കൊരു ഡോട്ടായിട്ട് കൊടുക്കാം. എത്ര അകലെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാണേണ്ടത്. ഡിസ്റ്റൻസിന് നമുക്ക് ഡി എന്ന് കൊടുക്കാം. ഇതാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡൗൺവേർഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആകുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ കിട്ടണം നമുക്ക്. ഒരു സൈഡ് നമുക്കറിയാം 25 ഇവിടം വരെയുണ്ട്, അവിടുന്ന് 1.8 ഉണ്ട്. അപ്പോൾ 26.8 വരും. അപ്പോൾ ഹൈറ്റ് ഒരു സൈഡ് നമുക്കറിയാം, ഒരു സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ ഒരു ആംഗിളും കൂടെ നമുക്ക് വേണം. അപ്പോൾ ഇവിടെ 35 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഇത് ടോട്ടൽ 90 അല്ലേ വരിക. ഇവിടെ 35 വന്നാൽ 90 - 35 ആണ് ഇവിടെ വരിക. 90 - 35 65 അല്ലേ? സോറി 55 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിളാണ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ കിട്ടിയിട്ടുള്ളത്. 55ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അഡ്ജസൻറ്റ് സൈഡാണ് തന്നത്. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും തമ്മിലുള്ള റേഷ്യോ tan 55 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് 26.8 അല്ലേ? ടോട്ടൽ ഹൈറ്റ് വരുന്നത് ഇവിടെ 26.8. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. എ ബോയ് 1.5 meters ടോൾ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിക്ചർ വരയ്ക്കണം. എ ബോയ് 1.5 meters ടോൾ സ്റ്റാൻഡിങ് അറ്റ് ദി എഡ്ജ് ഓഫ് എ കനാൽ. ഒരു കനാലിൻ്റെ അറ്റത്ത് നിൽക്കുകയാണ്. ഒരു കനാല് അതിൻ്റെ ഒരറ്റത്ത് നിൽക്കുന്നുണ്ട്. കനാല് അതിൻ്റെ ഒരറ്റത്ത് നിൽക്കുന്നുണ്ട് ഒരു ബോയ്. 1.5 meter ആണ് ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത്. സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ ഓൺ ദി അതർ എഡ്ജ്. മറ്റ് കനാലിൻ്റെ അപ്പുറത്തെ എഡ്ജിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരു ട്രീ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 1.5 meter ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കനാലിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു ട്രീ ഉണ്ട്. ആ ട്രീൻ്റെ ടോപ്പിലോട്ട് നോക്കുകയാണ്. ടോപ്പ് ഓഫ് എ ട്രീ ഓൺ ദി അതർ എഡ്ജ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇലവേഷൻ ഓഫ് 80 ഡിഗ്രി. ആംഗിൾ ഓഫ് ഇലവേഷൻ 80 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രെയിറ്റ് വ്യൂ ഇങ്ങനെ വരും. അപ്പോൾ ആംഗിൾ ഓഫ് ഇലവേഷൻ ഇവിടെയാണ് 180 ഡിഗ്രി വരുന്നത്. 80 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ഇലവേഷൻ. അപ്പോൾ ഇവിടെയാണ് 80 ഡിഗ്രി വരയ്ക്കേണ്ടത്. പിന്നെന്താ തന്നത്? സ്റ്റെപ്പിംഗ് 15 meters ബാക്ക്. 15 ഇവിടെയാണല്ലോ പോയി നിൽക്കുന്നത്. 15 meter ബാക്കോട്ട് പോകുമ്പോൾ 15 meter ബാക്കോട്ട് പോകുമ്പോൾ 15 meter ആണ്. meter ബാക്കോട്ട് പോകുമ്പോൾ he saw it at an angle of elevation of 40 degree. ബാക്കോട്ട് പോയിട്ട് നമ്മൾ നോക്കുമ്പം പോയി നോക്കുമ്പോൾ ആംഗിൾ ഓഫ് ഇലവേഷൻ 40 ഡിഗ്രിയിലാണ് ട്രീൻ്റെ ടോപ്പ് കണ്ടത്, മുകളിൽ കണ്ടത്. നേരത്തെ കനാലിൻ്റെ അറ്റത്ത് തന്നെ നിൽക്കുമ്പോൾ 80 ഡിഗ്രി ആയിരുന്നു. ബാക്കോട്ട് പോയിട്ട് നോക്കുമ്പോൾ ബോയിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ബോയിൻ്റെ ഹൈറ്റ് വരയ്ക്കണം. എന്നിട്ട് അവിടുന്ന് നോക്കുമ്പോൾ അപ്പോൾ സ്ട്രെയിറ്റ് വ്യൂ ഇങ്ങനെ വരും. സ്ട്രെയിറ്റ് വ്യൂ നേരെ വരും. എന്നിട്ട് അവിടുന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ ആംഗിൾ ഓഫ് ഇലവേഷൻ വരുന്നത് 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രി ആംഗിൾ ഓഫ് ഇലവേഷനിലാണ് ട്രീൻ്റെ ടോപ്പ് കണ്ടത്. ഇതാണ് ട്രീ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പിക്ചർ വരിക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പിക്ചർ വരയ്ക്കാൻ നിങ്ങൾ പഠിക്കണം. അതിന് പ്രാക്ടീസ് ചെയ്യണം. ഹൗ വൈഡ് ഈസ് ദ കനാൽ ആൻഡ് ഹൗ ടോൾ ഈസ് ദ ട്രീ. അപ്പോൾ ഇതാണ് കനാൽ അല്ലേ? ഇവിടെയായിരുന്നു ബോയ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കനാലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. കനാലിൻ്റെ വിഡ്ത്തും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കാണണം നമുക്ക്. ഇതെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് കാണാൻ ഈസി. ഇവിടെ അല്ലേ റൈറ്റ് ട്രയാങ്കിൾ വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് കാണണം. കനാലിൻ്റെ വിഡ്ത്ത് എക്സ്. പിന്നെ പറഞ്ഞത് ടോൾ ഈസ് ദ ട്രീ. അപ്പോൾ ഇതാണ് ട്രീൻ്റെ ഹൈറ്റ്. എത്രയാണ് നിങ്ങളെന്നാണ് ചോദിച്ചത്. ഇവിടെ നമുക്കറിയാം ഇത് 1.5 ആയതുകൊണ്ട് ഇവിടെയും 1.5 വരും. അപ്പോൾ ബാക്കിയുള്ള
ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ട്രീൻ്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് ഇതാണ്, ഇവിടെ മുതൽ ഇവിടം വരെ y. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടല്ലോ ഇവിടെ, ഈ വലിയ റൈറ്റ് ട്രയാങ്കിളും ചെറിയ റൈറ്റ് ട്രയാങ്കിളും. അപ്പോൾ അതിൻ്റെ ആംഗിൾ തന്നിട്ടുണ്ട്. സൈഡ് നമുക്ക് ഇവിടം വരെയുള്ള സൈഡിൻ്റെ ലെങ്ത്തേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സൈഡും അറിയില്ല, ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡും അറിയില്ല. വലിയ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുമ്പോൾ മൊത്തത്തിൽ ഈ ഒരു സൈഡും അറിയില്ല. അതിന് രണ്ടിനും ഈ ഒരു സൈഡ് ആദ്യം കണ്ടുപിടിക്കണം. നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, രണ്ട് റൈറ്റ് ട്രയാങ്കിളുടെയും ഒരു സൈഡ് ഇതല്ലേ വരുന്നത്. ഈ ഗ്രീൻ കളറിൽ കാണുന്ന റൈറ്റ് ട്രയാങ്കിളും മറ്റേ ട്രയാങ്കിൾ നമുക്ക് റെഡ് കളറിൽ കാണിക്കാം. റെഡ് കളറിൽ കാണിച്ച വലിയ റൈറ്റ് ട്രയാങ്കിളും രണ്ടിൻ്റെയും ഒരു സൈഡ് y ആണ്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതെങ്ങനെയാണ് വരിക? ഈ y എന്ന് പറഞ്ഞാൽ ഈ 40ക്ക് ഓപ്പോസിറ്റാണ്, അഡ്ജസൻറ്റ് സൈഡ് ഇതാണ് അല്ലേ. അപ്പോൾ അവിടുത്തെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും ടാൻ അല്ലേ വരിക. ടാൻ 40 ഈക്വൽ ടു എന്താണ് വരിക? ഓപ്പോസിറ്റ് സൈഡ് y ആണ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 1.5 പ്ലസ് എക്സ്, അതല്ലേ ടോട്ടലി ലെങ്ത്ത് വരിക. ടാൻ 40 എടുക്കുമ്പോൾ ടാൻ 40ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് y വരും, അഡ്ജസൻറ്റ് സൈഡ് 1.5 പ്ലസ് എക്സ്, 1.5 പ്ലസ് എക്സ്. അപ്പോൾ y ഈക്വൽ ടു ടാൻ 40 ഇൻറ്റു 1.5 പ്ലസ് എക്സ് വരും. 1.5 പ്ലസ് എക്സ് ഈക്വൽ ടു y. ഇതാണ് ഒരു ഇക്വേഷൻ. അടുത്ത് നോക്കിക്കേ, ചെറിയ റൈറ്റ് ട്രയാങ്കിൾ നോക്കുമ്പോൾ y എന്താണ് വരിക? ടാൻ 80 ആണല്ലേ നമുക്കിവിടെ എടുക്കേണ്ടത്. ഈ റൈറ്റ് ട്രയാങ്കിൾ നോക്കുമ്പോൾ ടാൻ 80 എടുക്കാം. 8ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ എക്സ്, അഡ്ജസൻറ്റ് സൈഡ്. ടാൻ 80 എന്ന് പറഞ്ഞത് y ബൈ എക്സ് ആണ്. അപ്പോൾ അവിടെ y എന്താണ് വരിക? ടാൻ 80 ഇൻറ്റു എക്സ്, ടാൻ 80 ഇൻറ്റു എക്സ്. ഇവിടെ y എന്താ വന്നത്? ടാൻ 40 ഇൻറ്റു 1.5 പ്ലസ് എക്സ്. അപ്പോൾ ഇത് ഇക്വേഷൻ 1 ആണ്, ഇത് ഇക്വേഷൻ 2 ആണ്. ഓക്കെ, ഇത് രണ്ടും സോൾവ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഇത് കിട്ടും, ഈ y കിട്ടും, എക്സ് കിട്ടും. അപ്പോൾ ഇത് കനാലിൻ്റെ വിഡ്ത്ത് ചോദിച്ചാൽ അത് എക്സ് ആണ്, ട്രീൻ്റെ ഹൈറ്റ് ചോദിച്ചാൽ വൈൻ്റെ കൂടെ 1.5 കൂടെ കൂട്ടിയാൽ മതി. ഇത് ക്ലിയർ ചെയ്തിട്ട് എഴുതുന്നുണ്ടേ. ഫസ്റ്റ് നമുക്ക് ചെറിയ റൈറ്റ് ട്രയാങ്കിൾ എടുത്തപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്ക് അടിച്ച് കാണാം കേട്ടോ. ചെറിയ റൈറ്റ് ട്രയാങ്കിൾ നോക്കിയപ്പോൾ ടാൻ 80 ആയിരുന്നു. ടാൻ 80 എന്ത് വന്നിട്ടുണ്ടായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് y ബൈ എക്സ്. അതിൽ നിന്നും നമുക്ക് y എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? ടാൻ 80 ഇൻറ്റു എക്സ് എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ ടാൻ 40 എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y എന്ന് പറയുന്നത് ടാൻ 40 ഇൻറ്റു അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് വന്നത് 1.5 പ്ലസ് എക്സ് ആണ്. വലിയ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ഇത് ഇക്വേഷൻ 1. ഇത് ഇക്വേഷൻ 1 കൊടുക്കുക, ഇത് ഇക്വേഷൻ 2 കൊടുക്കുക. അപ്പോൾ 1 ഈക്വൽ ടു 2 ആണല്ലേ. അപ്പോൾ ടാൻ 80ൻ്റെ വാല്യൂവും തരും, ടാൻ 40ൻ്റെ വാല്യൂവും തരും. ടാൻ 80 0.83 ആണെന്ന് വിചാരിക്കാം, ഇതൊന്നല്ല കേട്ടോ വാല്യൂ, ഇൻറ്റു എക്സ് ആണ്, ഈക്വൽ ടു ടാൻ 40 0.7 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 0.7 ഇൻറ്റു 1.5 വരും, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ പോയിൻ്റ് ക്യാൻസൽ ചെയ്താൽ 15 ഇൻറ്റു 7 എന്ന് വരും. വാല്യൂ കറക്റ്റ് എടുത്തിട്ട് ചെയ്യണം നിങ്ങൾ, മെത്തേഡ് പറഞ്ഞുതരാണ്. ഇവിടെ ടാൻ 40ൻ്റെ വാല്യൂ കൊടുക്കുക, ടാൻ 40 ഇൻറ്റു 1.5 വരും. ഇപ്പോൾ 0.7 ആണെങ്കിൽ 0.7 ഇൻറ്റു 1.5 വരും, പിന്നെ 0.7 ഇൻറ്റു എക്സും വരും, പ്ലസ് 0.7 ഇൻറ്റു എക്സ്. അപ്പോൾ 1.5 ഇൻറ്റു 7 ചെയ്യുമ്പോൾ 0.7 ചെയ്യുമ്പോൾ പോയിൻ്റ് ക്യാൻസൽ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ 105 കിട്ടുകയാണെങ്കിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 1.5ൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റും ഉണ്ട്, 0.7ൽ ഒരു ഡിജിറ്റും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ്. റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ 1.5 പ്ലസ് ഇനി 0.7 ഇൻറ്റു എക്സും ഉണ്ടല്ലോ, 0.7 ഇൻറ്റു 1.5 ഉണ്ട്, 0.7 ഇൻറ്റു എക്സും ഉണ്ട്. മൊത്തത്തിലാണ് ടാൻ 40നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇത് വരും
0.7 ഇൻറ്റു എക്സ് 0.7x എന്ന് തന്നെ വരും. ഇങ്ങനെ കിട്ടും അല്ലേ നമുക്ക് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ 0.83x ഉണ്ട്, അപ്പുറത്ത് 0.7x ഉണ്ട്. അപ്പോൾ 0.83xൻ്റെ അടുത്തോട്ട് അപ്പുറത്തുള്ള 0.7x വരുമ്പോൾ പ്ലസ് 0.7x ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 0.7x വരും, ഈക്വൽ ടു 1.5. ഇത് കുറയ്ക്കാം. 0.83x എന്ന് 0.7x കുറയ്ക്കുമ്പോഴും എന്താ ചെയ്യേണ്ടത്? പോയിൻ്റ് ഒരേ സ്ഥാനത്തിട്ടിട്ട് കുറച്ചാൽ മതി. 0.83 മൈനസ് 0.7, പോയിൻ്റ് ഒരേ സ്ഥാനത്ത് വരണം. 3ന്ന് 0 കുറച്ചാൽ 3 തന്നെ, 8ന്ന് 7 കുറച്ചാൽ 1. അപ്പോൾ 0.13 വരും. 0.13x 83x എന്ന് 0.7x കുറച്ചാൽ 0.13x ഈക്വൽ ടു 1.5. ഓക്കെ, ഇതൊന്നും കറക്റ്റ് വാല്യൂ അല്ല, ഇതാണ് മെത്തേഡ് എന്നുള്ളത് പറഞ്ഞതാണ്. വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, ക്വസ്റ്റ്യൻ്റെ കൂടെ തരും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 0.13 അങ്ങോട്ട് പോകുമ്പോൾ ബൈ ആവും, ബൈ 0.13. അങ്ങനെ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ ഇവിടെ നമുക്കറിയാം tan 80ൻ്റെ വാല്യൂ അറിയാം. tan 80 ഇൻറ്റു ഈ എക്സിൻ്റെ വാല്യൂ, ഇത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ tan 80 ഇൻറ്റു എക്സ് ആണ് വൈ വരുന്നത്. എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ ഡിവൈഡ് ചെയ്താൽ കിട്ടും. അപ്പോൾ tan 80ൻ്റെ വാല്യൂവിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വൈയും കിട്ടും. അങ്ങനെയാണ് എക്സും വൈയും അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ കനാലിൻ്റെ വിടുത്ത്, വൈ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് ആയിട്ടില്ല, ട്രീൻ്റെ ടോട്ടൽ ഹൈറ്റ് ആയിട്ടില്ല. അതിൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടാനുണ്ട്? ആ കുട്ടീൻ്റെ ഹൈറ്റും കൂടെ കൂട്ടാനുണ്ട്. നമ്മൾ നേരത്തെ പിക്ചർ വരച്ച് ബാക്ക് അടിച്ചിട്ട് കാണാൻ പിക്ചർ വരയ്ക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇതായിരുന്നു വൈ. ആ വൈൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 1.5 കൂടെ കൂട്ടുമ്പോഴാണ് ട്രീൻ്റെ വാല്യൂ കിട്ടുക. ഓക്കെ, പിന്നെ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ ചോദിക്കുക, ഫോട്ടോ എടുത്ത് അയക്കുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക. അത് വീണ്ടും വീണ്ടും എഴുതി പഠിക്കണം. 5 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യനാണ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ളത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളത്. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യന് ഏകദേശം ചിത്രം ആദ്യം വരയ്ക്കുക, എന്നിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, ബൈ.